വന്നതിന് ശേഷം ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാ വന്നേ? അല്ല, മരുമക്കളെ രണ്ടുപേരും വന്നതിന് ശേഷം ലൈക്ക് അനുശേഷമാണല്ലോ പൂർണിമ. അതെ അതെ. പൂർണിമ ഒരു കുടുംബം നോക്കാൻ മിടുമിടിക്കുക. കാരണം ഞാൻ എപ്പോഴും പറയാം, എങ്ങനെയാണോ എന്തോ, കാരണം നല്ല ഉത്സാഹത്തിൽ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവാണ്. ദോഷം പറയുന്നത് അവൻ്റെ പൊടി പോലും ആ വീട്ടിൽ കാണാനില്ല. മക്കളെ പഠിപ്പിക്കും, രണ്ടുപേരും നല്ല A+ അതും ഇതൊക്കെ വെച്ചാൽ അതൊരു ഭാഗത്ത്. അതിൻ്റെ ഇടയിൽ കൂടെ പ്രാളെന്നും പറഞ്ഞൊരു ബൊട്ടിക്ക്, ഇതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ട്യൂഷൻ. അതാണ്. അതുപോലെ ഓരോ ചാനലിൽ പോയി ഓരോ ഷോയ്ക്ക് പോകാറുണ്ട്. ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നോ പൂർണിമ. അത് ആ കാര്യത്തിൽ പൂർണിമ സമ്മതിച്ചേ നോക്കുള്ളൂ. ഒരു വിശ്രമമില്ലാതെ കൂടെ നടക്കും. രണ്ട് സൂപ്പർ വുമൺ. അതെ, ലൈഫില് അടിപൊളി. ശരി, അങ്ങനെയാണെങ്കിൽ അമ്മയെ പറ്റിയിട്ട് മകൻ പറഞ്ഞു. ഇനി ഈ മകനെ പറ്റിയിട്ട് അമ്മ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യാ? ഇതുപോലുള്ളൊരു മോനെ ആർക്ക് കിട്ടും? ആർക്ക് കിട്ടും? കൊള്ളാം. അപ്പോൾ ഞാനെപ്പോഴും പറഞ്ഞതാ, ഞാൻ വലിയ ഈശ്വര വിശ്വാസിയാണ്. അപ്പം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കൊരു വലിയ ദുഃഖം തന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഞാൻ കരകയറി ഇങ്ങനെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തി ഈ മക്കളുടെ ഒരു ബലമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തള്ളേ ഒരു മകനെ കുറിച്ച് അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ ഇവിടെ കേട്ടത് കണ്ണ് അറിയാ. തള്ളോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ എന്നാ പറഞ്ഞ അവൻ തല തീർച്ചവനാണല്ലേ? ഞാൻ മറച്ചാങ്ങോട് ആ അമ്മ പറഞ്ഞാലും കാര്യമില്ല. 9 മണി കഴിഞ്ഞ മൂക്കറ്റം വെള്ളം അടിച്ച് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അമ്മ സമ്മതിച്ചോളാം. അവന്റെ പോക്കറ്റിൽ എപ്പോ നോക്കിയാലും മിച്ചറും കടലയാ. ഏത് സമയത്തും ടച്ചിങ്സ് കിട്ടൂല്ലോ. സാധനം എപ്പോണെങ്കിലും കിട്ടും.